ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ടിംഗ് നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ടിംഗ് ഈസ് എ കോൺസെപ്റ്റ് ഇൻ ഇന്റർനാഷണൽ എക്കണോമിക്സ്. ഇത് ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് എക്സ്പ്ലെയിൻസ് വൈ എക്സ്ചേഞ്ച് റേറ്റ്സ് ക്യാൻ റെസ്പോണ്ട് ടു മച്ച് ഇൻ ദ ഷോർട്ട് റൺ ടു ചേഞ്ചസ് ഇൻ മോണിറ്ററി പോളിസി. അത് സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കുന്ന മോണിറ്ററി പോളിസിയോട് കൂടുതലായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുന്നു. ഏതാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഷോർട്ട് റണ്ണിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ അഡ്ജസ്റ്റ് ഗ്രാജുവലി ഓവർ ടൈം. ക്രമേണ അത് അഡ്ജസ്റ്റ് ആയി വരികയാണ് ചെയ്യുന്നത്. തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഐഡിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിസ്റ്റ് റൂഡിഗർ ഡോൺബുഷ്. ഇദ്ദേഹമാണ് ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തത് ഇൻ ഹിസ് ഫേമസ് 1976 മോഡൽ. 1976 ഇദ്ദേഹം കൊണ്ടുവന്ന മോഡലാണ് ഈ ഐഡിയ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്ട് ഈസ് ഓവർഷൂട്ടിംഗ്? എന്താണ് ഈ ഓവർഷൂട്ടിംഗിന്റെ ഡെഫിനിഷൻ? അതായത് ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേർ ദ എക്സ്ചേഞ്ച് റേറ്റ് റിയാക്ട്സ് മോർ ദാൻ ഇറ്റ്സ് ലോങ് റൺ ഇക്വിലിബ്രിയം വാല്യൂ ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഷോർട്ട് റണ്ണിൽ ലോങ് റണ്ണിൽ ഉണ്ടാകാൻ പോണ വാല്യൂവിനെ കാട്ടിലും റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഓവർഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സ്ലോലി സെറ്റിൽസ് ടു ദ ന്യൂ ലോങ് ടേം റേറ്റ്. എന്നിട്ട് ക്രമേണ എന്ത് പുതിയ ലോങ് ടേം റേറ്റിലേക്ക് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. ഓവർഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ലോങ് ടേം റേറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഓവർഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ വ്യത്യസ്തങ്ങളായ സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ എക്സ്ചേഞ്ച് റേറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്പീഡാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ലൈക്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് പോലുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റുകളിൽ റിയാക്ട് ക്വിക്ലി ടു ന്യൂ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷനോട് പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് ഒരു ഓവർഷൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റിലാണെന്നല്ലോ ലൈക്ക് പ്രൈസസ് ആൻഡ് വേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സാധനങ്ങളുടെ വില, വേജസ്, അത് ലേബേഴ്സിന്റെ ആ ഒരു പ്രതിഫലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് സ്ലോലി ഡ്യൂ ടു സ്റ്റിക്കിനെസ്. അതായത് ഇതെല്ലാം സ്റ്റിക്കി ആയതുകൊണ്ട്, അത് വേരി ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് ഇതിനോടുള്ള ഈ ഇൻഫർമേഷനോട് വളരെ സ്ലോ ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്പീഡാണ്. ഓക്കെ, മനസ്സിലല്ലേ? അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ സോ വെൻ സംതിങ് ലൈക്ക് മോണിറ്ററി പോളിസി ചേഞ്ച് ഹാപ്പൻസ്, സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി പോലുള്ള പോളിസികൾ നടപ്പിലാക്കുമ്പോഴത്തേക്ക് ദ എക്സ്ചേഞ്ച് റേറ്റ് ജംപ്സ് ഷാർപ്ലി. ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യും? ഒറ്റ കയറ്റം കയറും. ദെൻ ഗ്രാജുവലി അഡ്ജസ്റ്റ് ആസ് പ്രൈസ് ക്യാച്ചപ്പ്. പിന്നീട് ക്രമേണ കുറച്ച് സമയമെടുത്ത് പ്രൈസിനോട്, സാധനങ്ങളുടെ സേവനങ്ങളുടെ വിലയോടും വേജസിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് സെൻട്രൽ ബാങ്ക് സഡൻലി ഇൻക്രീസസ് ദ മണി സപ്ലൈ. അതായത് മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചെന്ന് വെക്കുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ആദ്യം നടക്കുന്നത് ഇൻ ദ ഷോർട്ട് റൺ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ഫാൾ. അതായത് ഡൊമസ്റ്റിക് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് രാജ്യത്തിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് കുറയുകയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കും. ഓക്കെ, അതായത് ഇൻവെസ്റ്റേഴ്സ് മൂവ് മണി അബ്രോഡ് ഫോർ ബെറ്റർ റിട്ടേൺസ്. ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് മണി സപ്ലൈ ഉണ്ടായിട്ട് ഈ മണി അവർ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് മൂവ് ചെയ്യും. വിദേശ ബാങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കോസിങ് ദ ഡൊമസ്റ്റിക്, അങ്ങോട്ട് പണം പോകുമ്പോഴത്തേക്ക് ഓവറായിട്ട് അങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യ, അതായത് ഏത് രാജ്യമാണോ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളെ ലോജിക്ക് അനുസരിച്ച് നമ്മൾ ഡിമാൻഡ് സപ്ലൈ നിയമപ്രകാരം കൂടുതൽ ഓവർ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള ആ ഒരു കറൻസി വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. കാസിങ് ഡൊമസ്റ്റിക് കറൻസി ടു ഡിപ്രീഷിയേറ്റ് ഷാർപ്ലി. ഒരുപാട് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ബട്ട് ഇൻ ദ ലോങ് റണ്ണിൽ അത് തിരിച്ചു വരും കേട്ടോ. പ്രൈസസ് റൈസ്, അതായത് വില കൂടും. അതായത് ഡൊമസ്റ്റിക് ആയിട്ട് വില കൂടും. റെഡ്യൂസിങ് റിയൽ മണി ബാലൻസസ്, അതായത് റിയൽ മണി ബാലൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സപ്ലൈ മണി എല്ലാം വിദേശത്ത് കിടക്കുന്നുണ്ട്. ആൻഡ് ദ കറൻസി അപ്രീഷിയേറ്റ്സ് സ്ലൈറ്റ്ലി ബാക്ക്. ക്രമേണ കറൻസി അപ്രീഷിയേറ്റ് ആയിട്ട് വരും ഫ്രം ദ ഷാർപ്പ് ഡിപ്രീസിയേഷൻ. ഈ ഷാർപ്പ് ഡിപ്രീസിയേഷനിൽ നിന്ന് മണി ഷോർട്ടേജ് വരുമ്പോഴേക്കും തിരിച്ച് പണം ഇങ്ങോട്ട് എത്തുകയും തിരിച്ച് അപ്രീസിയേഷൻ സംഭവിക്കുകയും കറൻസി വാല്യൂ കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ദ ഇനിഷ്യൽ ഡിപ്രീസിയേഷൻ ഓവർഷൂട്ട്സ്. എന്നാൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു കറൻസി ഡിപ്രീസിയേഷൻ ന്യൂ ലോങ് റൺ വാല്യൂവിനെ ഓവർഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ലോങ് റണ്ണിനെക്കാട്ടിലും ഒരു ഓവർഷൂട്ട് ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്രാഫിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീഷിയേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം, എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് കറൻസി വാല്യൂ കുറയുമ്പോഴത്തേക്ക് ഇറ്റ് ജംപ്സ് പാസ് ദ ലോങ് റൺ ഇക്വിലിബ്രിയം ഇ സ്റ്റാർ. അതായത് ഇ എന്നുള്ള ആദ്യത്തെ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിന് എബോവ് ആയിട്ട് അത് ലോങ് റൺ ഇക്വിലിബ്രിയം ആണ് ഇ സ്റ്റാർ. അതിനെക്കാട്ടും മുകളിലേക്ക് ഈ പോവുകയാണ് ഷോർട്ട് റണ്ണിൽ. ഓക്കെ, ആൻഡ് ദെൻ ഗ്രാജുവലി റിട്ടേൺസ് ടു ഇറ്റ്. ക്രമേണ തിരിച്ചു വരുന്നു. ദിസ് ജംപ് ഈസ് ദ ഓവർഷൂട്ടിംഗ്. ഇതിനാണ് ഓവർഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഓവർഷൂട്ടിംഗ് കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഏറ്റവും ആദ്യം താഴെ കാണിച്ചിരിക്കുന്നത് ഹൈ വോളറ്റിലിറ്റി ഇൻ
കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഇൻ ഷോർട്ട് റൺ, അത് ഷോർട്ട് റണ്ണിൽ ഹൈ വോളറ്റിലിറ്റി, അത് ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് ഷോർട്ട് റണ്ണിലാണ്. അപ്പം ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വോളറ്റിലിറ്റി ഉണ്ടാകുന്ന ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഓവർ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നത്, അത് സെൻട്രൽ ബാങ്കിന്റെ പോളിസി മൂലം. ഓക്കെ, ഈ ഓവർ ഷൂട്ടിംഗ് ആണ് ആ ആരോ മാർക്ക് കൊടുത്തേക്കുന്നത്, ഒറ്റ അടിക്ക് കയറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലാസ്റ്റ് വരുന്നത് ഓവർ ഷൂട്ടിംഗ് സംഭവിച്ചതിന് ശേഷം കറൻസി എക്സ്ചേഞ്ച് റീച്ചസ് ഇക്വിലിബ്രിയം ഇൻ ലോങ് റൺ, അതായത് ലോങ് റണ്ണിൽ കറൻസി എക്സ്ചേഞ്ച് എവിടെ എത്തുകയാണ്, ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്, അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആവുന്നത് നോക്കാം. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്? എക്സ്പ്ലെയിൻസ് ഹൈ വോളറ്റിലിറ്റി ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റിലെ ഹൈ വോളറ്റിലിറ്റി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്ട് ഓഫ് മോണിറ്ററി ഷോക്സ് ഓൺ കറൻസി വാല്യൂ. കറൻസി വാല്യൂസിൽ ഉണ്ടാകുന്ന മോണിറ്ററി ഷോക്സ് ഇത് മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മോണിറ്ററി ഷോക്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്കിന്റെ ആ ഒരു പോളിസി വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഫോർ പോളിസി ഡിസിഷൻസ് ഇൻ ഓപ്പൺ എക്കോണമീസ്. അത് ഓപ്പൺ എക്കോണമീസ് എന്ന് വെച്ചാൽ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലൊക്കെ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങളായിട്ട് വിൽപ്പനയും വാങ്ങലൊക്കെ നടത്തുന്ന രാജ്യങ്ങളുടെ പോളിസി ഡിസിഷൻസിന് സഹായകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.